അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അമാനത്തിനെ ഇട്ടുകൊടുത്തു. വിശ്വസ്തതയെ അല്ലാഹു ഇട്ടുകൊടുത്തു. സത്യസന്ധതയെ അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. ثم نزل القرآن, പിന്നെയാണ് ഖുർആൻ ഇറങ്ങിയത്. ആദ്യം സത്യസന്ധത ഇട്ടുകൊടുത്തു, പിന്നെയാണ് ഖുർആൻ ഇറങ്ങുന്നത്. فعلموا من القرآن, അവർ ഖുർആനിൽ നിന്ന് ഒരുപാട് പഠിച്ചു. وعلموا من السنة, പരിശുദ്ധമായ ഹദീസുകളിൽ നിന്നും അവർ ഒരുപാട് പഠിച്ചു. അഥവാ ആദ്യമായി അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സത്യസന്ധത ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിനു മുമ്പേ മനുഷ്യരെ അല്ലാഹു യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റി, സത്യസന്ധരാക്കി മാറ്റി. അവർ വഞ്ചകരല്ലാത്ത, ചതിയന്മാരല്ലാത്ത, സത്യസന്ധരായ യഥാർത്ഥ വിശ്വാസികളാക്കി അല്ലാഹു മനുഷ്യരെ മാറ്റി. പിന്നെയാണ് അല്ലാഹു തആല അവരിലേക്ക് ഖുർആൻ ഇറക്കുന്നത്. ആ ഖുർആൻ കണ്ടുകൊണ്ടും പരിശുദ്ധ ഹദീസിൽ നിന്നും ഒരുപാട് പഠിക്കുകയും അവരുടെ ആ സ്വഭാവത്തെ അവർ പരിപോഷിപ്പിക്കുകയും ചെയ്തു. സുമ്മ ഹദ്ദസനാ അൻ റഫ്ഇൽ അമാനഹ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാനത്തിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഹദീസും എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അമാനത്തിനെ അല്ലാഹു ഉയർത്തുന്ന ഒരു ഹദീസും പറഞ്ഞു തന്നു. എന്താണത്? യനാമുർ റജുലുൻ നൗമ, രാത്രി ഒരാൾ കിടന്നുറങ്ങും. ഫതുഖ്ബലുൽ അമാനതു മിൻ ഖൽബിഹി, ഉറങ്ങി എണീക്കുമ്പോഴേക്കും അയാളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല സത്യസന്ധതയെ എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിക്കും, വിശ്വാസവഞ്ചന നടത്താതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിക്കും, എന്തെങ്കിലും രഹസ്യമേൽപ്പിക്കും. അങ്ങനെ ആ രഹസ്യം ഏറ്റെടുത്ത് രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീക്കുമ്പോഴേക്കും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ആ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവിനോട് അല്ലെങ്കിൽ ആ സൂക്ഷിപ്പ് മുതലിനോട് തീരെ കൂറില്ലാതെ അയാൾ ഏറ്റെടുത്ത ആ പ്രവർത്തനം ഭംഗിയായി സൂക്ഷിക്കാതെ ചതിയന്മാരായി, വഞ്ചകന്മാരായി, കാപട്യക്കാരായി, മുനാഫിഖീങ്ങളായി ഒരൊറ്റ ഒരു ഉറക്ക് കാരണത്താൽ മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു ഉറക്ക് മതി മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല വിശ്വസ്തതയെ എടുത്തു മാറ്റി വഞ്ചകരായി മാറാൻ. ഒരു രഹസ്യം പറഞ്ഞു, ആരോടും പറയരുത്. ആയിക്കോട്ടെ, പിറ്റേ ദിവസം രാവിലെയാകുമ്പോഴേക്കും അതിന്റെ ഗൗരവം അയാൾ മറന്നുപോയി. ആരോടും പറയരുതെന്ന് പറഞ്ഞത് താനുമായി ബന്ധമുള്ള ആളുകളോട് പറഞ്ഞു. ചില ആളുകളുടെ രഹസ്യങ്ങൾ, ആരാരും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്, അതയാൾ കാണുകയുണ്ടായി. രാത്രി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ആ രഹസ്യം പരസ്യമാക്കാൻ യാതൊരു മടിയുമില്ലാത്ത വിശ്വാസവഞ്ചകരായി എന്റെ സമുദായം മാറുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയളല്ലു അസറുഹാ മിസ്ലൽ വഖ്തി, ചെറിയ ഒരു അടയാളം അവിടെ ബാക്കിയുണ്ടാകും. സുമ്മ യനാമുൻ നൗമ, പിന്നെ രണ്ടാമത്തെ ആൾ കിടന്നുറങ്ങും. ഫതുഖ്ബലുൽ അമാനതു മിൻ ഖൽബിഹി, വീണ്ടും അയാളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല അമാനത്തിനെ ഉയർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഫയളല്ലു അസറുഹാ മിസ്ലൽ മജൽ, അതും നമ്മൾ തീ കൊണ്ട അല്ലെങ്കിൽ പിക്കാക്സോ കൈക്കോട്ടോ പിടിച്ച് നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന പാടുകൾ, ആ പാടിലുണ്ടാകുന്ന, ഉയർന്നു നിൽക്കുന്ന പാടിലുണ്ടാകുന്ന വെള്ളം, അത് പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു അടയാളം ബാക്കിയാകുന്നത് പോലെ രണ്ടാമത്തെ ഒരു ഉറക്ക് കഴിയുമ്പോഴേക്കും അവന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വസ്തത പരിപൂർണമായി നഷ്ടപ്പെടുന്ന ഒരു കാലം കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജനങ്ങൾ പരസ്പരം ബൈഅത്ത് ചെയ്യും, പരസ്പരം പല കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും, പരസ്പരം പല കാര്യങ്ങൾ, രഹസ്യങ്ങൾ അവർ പരസ്പരം ഏൽപ്പിക്കും. ജനങ്ങൾ പരസ്പരം ബൈഅത്ത് ചെയ്യും, അതേപോലെ തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും. എങ്ങനെ? എന്തായാലും ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന, ഒരാൾ പോലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവിനോടോ രഹസ്യങ്ങളോടോ കൂറു കാണിക്കാതെ വിശ്വസ്തരായ ആളുകളെ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന,
ആരും ഉണ്ടാവൂല, വിശ്വസ്തരാരും ഉണ്ടാവൂല. എല്ലാവരും ചതിയന്മാരായിരിക്കും, എല്ലാവരും വഞ്ചകന്മാരായിരിക്കും. വിശ്വസ്തരായ ആളുകളെ കാണാനേ നിങ്ങൾക്ക് കഴിയില്ല. യഥാർത്ഥമായ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്തവർ, കച്ചവടങ്ങളിലെ രഹസ്യങ്ങളുള്ളവർ, മറ്റുള്ള മഹല്ലിന്റെ രഹസ്യങ്ങൾ, പാർട്ടിയുടെ രഹസ്യങ്ങൾ, വ്യക്തികളുടെ രഹസ്യങ്ങൾ, സൂക്ഷിപ്പ് മുതൽ അങ്ങനെ പല പല വിഷയങ്ങളും തന്റെ ജീവിതത്തിൽ പലരിൽ നിന്നും കേട്ട രഹസ്യങ്ങൾ അതേപോലെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാതെ രഹസ്യമാക്കി മാറ്റിവെക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹത്താ യുഖാൽ, പിന്നെ ജനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും. എന്താ ചർച്ച ചെയ്യുന്നത്? ഇന്ന ഫീ ബനി ഫുലാൻ, ഇന്ന നാട്ടിൽ പോയാൽ റജുലൻ അമീന, അവിടെ വിശ്വസ്തനായ ഒരാൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്. നാട്ടിൽ വിശ്വസ്തരെ കാണൂല, ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കാണൂല. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി മാറും. അതേപോലെ ഭർത്താവിനെ ഭാര്യയെ വിശ്വസിക്കാൻ കഴിയാത്ത കാലം. മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വസിക്കാൻ കഴിയില്ല. സ്വത്തിന്റെ പേരിൽ, അനന്തരാവകാശത്തിന്റെ പേരിൽ പിതാവിന്റെ സ്വത്തിൽ കണ്ണുനട്ട് പിതാവിന് കൊട്ടേഷൻ നൽകുന്ന കാലം. അതേപോലെ നിരന്തരമായി തിരിച്ചും മറിച്ചും ആളുകൾക്ക് പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി നമ്മുടെ നാട് മാറുമെന്നാ പറഞ്ഞത്. അയൽവാസികളെ വിശ്വസിക്കാൻ കഴിയില്ല, കുടുംബക്കാരെ വിശ്വസിക്കാൻ കഴിയില്ല, ശിഷ്യന്മാർക്ക് അധ്യാപകരെ, അധ്യാപകന്മാർക്ക് ശിഷ്യന്മാരെ. നിരന്തരമായി കൊലപാതകങ്ങളുടെ കഥകൾ. ആരാണ് കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? സ്വന്തം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകന്മാര് വരെ ഒരു കാരുണ്യമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ കൊലപാതകം നടത്തുന്ന കാലമാണിത്. സ്വന്തം മക്കളെ മാതാപിതാക്കൾ, സ്വന്തം മക്കളെ പിതാവ് പീഡിപ്പിക്കുന്ന കാലമാണിത്. സ്വന്തം ഭർത്താവിനെ ഭാര്യ കഴുത്തെറുത്തു കൊല്ലുന്ന കാലമാണിത്. അതാണ് പറഞ്ഞത്, വിശ്വസ്തരായ ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പറയും, ഇന്നാലിന്ന വ്യക്തി വിശ്വസ്തനാണ്. ആളുകൾ പറയാൻ, ഇന്നാലിന്ന വ്യക്തി വിശ്വസ്തനാണ്, അയാളെ പോയിട്ട് കണ്ടിട്ട് നമ്മൾക്ക് പറയാം, കാര്യങ്ങൾ ഏൽപ്പിക്കാം. വിശ്വാസവഞ്ചന എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി, ചതി എന്നുള്ളത് ഇസ്ലാം പൊറുക്കുന്ന പാപമല്ല എന്ന് മനസ്സിലാക്കണം. നിസ്കരിക്കാത്തവൻ അല്ലാഹു മാപ്പ് നൽകും, നിസ്കരിക്കാത്തവൻ അല്ലാഹു മാപ്പ് നൽകും. അതേപോലെ തന്നെ മറ്റുള്ള തെറ്റുകൾ, നോമ്പെടുക്കാത്തവൻ അല്ലാഹു മാപ്പ് നൽകും. എന്നാൽ ചതിയന്മാർക്ക് അല്ലാഹു ഒരിക്കലും മാപ്പ് നൽകൂല എന്നാണ്. ഏതെങ്കിലും ഒരു വ്യഭിചാരശാലയിൽ പോയി പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ, വ്യഭിചാരികളെ ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾക്ക് വരെ അല്ലാഹു മാപ്പ് നൽകും. എന്നാൽ സ്വന്തം വീട്ടിലെ അയൽവാസിയെ വ്യഭിചരിക്കുന്നത് 30 പേരെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്? വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വ്യഭിചരിക്കുന്നതിനേക്കാളും മഹാപാപമാണ് സ്വന്തം അയൽവാസിയെ വ്യഭിചരിക്കുന്നത്. കാരണം അയൽവാസികൾക്കിടയിൽ വിശ്വസ്തത വേണം. ഭർത്താവ് വീട്ടിലില്ലാതിരിക്കുമ്പോ വീട്ടുകാരെ നോക്കാൻ ഏൽപ്പിക്കുന്നത് അയൽവാസികളെയാണ്, അപ്പുറത്തുള്ള വീട്ടുകാരെയാണ്. അവർ തന്നെ പരസ്പരം വഞ്ചിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന് മാന്യമായി ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയെ വ്യഭിചരിക്കുന്നതിനേക്കാളും 30 ഇരട്ടി മഹാപാപമാണ് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളുടെ ഭാര്യമാരെ വ്യഭിചരിക്കുന്നത്, വീട്ടുകാരെ ചതിക്കുന്നത്, കുടുംബക്കാരെ ചതിക്കുന്നത്, നാട്ടുകാരെ ചതിക്കുന്നത്, ചങ്ങാതിമാരെ ചതിക്കുന്നത് മഹാപാപമാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു അത്തരം പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകൂല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര വലിയ അമലുകൾ ചെയ്താലും, പള്ളിയുടെ മെഹ്റാബിൽ കയറി ഖിയാമത്ത് നാൾ വരെ നിസ്കരിച്ചാലും, പള്ളിയുടെ മെഹ്റാബിൽ കയറി രാത്രി ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചാലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ ചതിയുടെ ഒരംശമുണ്ടെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും അവർക്ക് സ്വർഗ്ഗം നൽകാൻ പോകുന്നില്ല. അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ പോകുന്നില്ല. ചതി എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ അഴുക്കിനെ, ആ മലിനമായ അഴുക്കിനെ എടുത്തു കളയാതെ, ശുദ്ധീകരിക്കാതെ ഒരാൾക്കും നാളെ അല്ലാഹു തആല സ്വർഗ്ഗം നൽകുമെന്ന് ആരും വിചാരിക്കണ്ട. ചതിയന്മാരായി മാറരുത്. ചതിക്ക് പാപം, ആ ചതി എന്ന പാപത്തിന് അല്ലാഹു മാപ്പ് നൽകൂല. മറ്റുള്ള ഏത് പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയാലും ചതി എന്നുള്ളത് മാപ്പർഹിക്കാത്ത പാപമാണ്. അതുകൊണ്ടാണ് അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ മനുഷ്യന്മാരായ ആളുകളെല്ലാം ചതിയന്മാരായി മാറുമെന്ന് പറഞ്ഞത്. സ്വന്തം
സമൂഹത്തെ ചതിക്കുന്നവർ, സ്വന്തം സമൂഹത്തെ ഒറ്റുകൊടുക്കുന്നവർ, അധികാരികളുടെ എച്ചിലുകൾക്ക് വേണ്ടി, അധികാരികളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ മുസൽമാനെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത മുസ്ലിം നാമധാരികളുള്ള നാടാണ് നമ്മുടെ നാട്. അത് ഏത് ഗവർണറായാലും ഏത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും സ്വന്തം സമുദായത്തെ ഒരു ഉടുപ്പുമില്ലാതെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവരായി നമ്മുടെ സമുദായക്കാര് മാറുന്നത് എന്തിനു വേണ്ടി? അധികാരികളുടെ ചില്ലിക്കാശിന് വേണ്ടി. ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമുമാർ വരെ കാവ്യമല്ലാനമാരെന്ന് അവരെ വിളിക്കേണ്ടത്. അധികാരികളുടെ സമ്പത്തിന് വേണ്ടി അവർക്കനുസൃതമായി ഫത്വ പറയാനും നിയമങ്ങൾ പുറപ്പെടുവിക്കാനും മടിയില്ലാതെ സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ദർഗയിലുള്ള അമീറുമാരെ പോലെയുള്ള ആളുകളുള്ള കാലമാണിത്. അതുകൊണ്ട് ഒറ്റുകാര് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതേപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ക്രൈസ്തവ വിഭാഗം പോലും RSSകാർക്ക് കുഴലൂത്ത് നടത്തുന്ന കാലമാണിത്. RSSന്റെ പണിയെടുക്കുന്ന കാലമാണിത്. ക്രൈസ്തവരായ ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ട് ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടതിന് പകരം എന്താ ചെയ്യുന്നത്? നമ്മൾക്കെതിരെ തിരിയുക. ഇല്ലാത്ത അബദ്ധ ജടിലമായ ചിന്തകളെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം ചതിയും വഞ്ചനയുമായി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോ നാടുകളിൽ നിന്ന് വിശ്വസ്തത നഷ്ടപ്പെടും. എന്നിട്ട് ആളുകൾ പറയും, ഇന്നാലിന്ന നാട്ടിൽ പോയാൽ നല്ലൊരു വിശ്വസ്തനെ നമ്മൾക്ക് കാണാം. അങ്ങനെ ആളുകളൊക്കെ അവരെ തേടിപ്പോകും. നാട് കിലോമീറ്ററുകൾ താണ്ടി ഒരു വിശ്വസ്തനെ കാണാൻ വേണ്ടി ആളുകൾ പോകും. എന്നിട്ട് അവരെ കണ്ടാൽ ആളുകൾ പറയും, മാ അജ്ലദ മാ അൽറഫ മാ അഅഖല. ഓ, എന്തോ ഒരു നല്ല മനുഷ്യനാണ്, എന്തോ ഒരു നല്ല ബുദ്ധിമാനാണ്, എന്തോ ഒരു നല്ല മാന്യനാണ്. അയാളെ കാണുമ്പോൾ ആളുകൾ അങ്ങനെ പറയാ. നമ്മുടെ നെല്ലിക്കുന്നിൽ നിന്ന് ഒരാൾ പറയാൻ, നാട്ടുകാർ പറയാൻ, ഒരു വിശ്വസ്തനുണ്ട്. എവിടെ? അങ്ങ് ബദിയടുക്കയിൽ പോയാൽ ഒരു വിശ്വസ്തനെ കാണാൻ കഴിയും, അവിടെ ഉണ്ട് ഒരാൾ. അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരാൻ. വന്നപ്പോ മാഷാ അല്ലാഹ് നാട്ടുകാർക്ക് എന്തെന്നില്ലാത്ത അനുഭൂതി. നാട്ടുകാർ പറഞ്ഞു, ഓ എന്തൊരു നല്ല മനുഷ്യൻ, അയാളുടെ വേഷം, അയാളുടെ സംസാരം, അയാളുടെ കോലം, അയാളുടെ ജീവിത രീതി, എന്തോ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ആളുകൾ ചർച്ച ചെയ്യും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. പക്ഷേ അയാളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരംശം പോലും ഉണ്ടാവൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് എന്തൊന്നില്ലാത്ത ഈമാനാണെന്ന് നമ്മൾ പറഞ്ഞ ചില ആളുകൾ, നമ്മൾ തേടിപ്പോയ ചില ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അയാളുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം ഈമാനിന്റെ ഒരംശം പോലും ഉണ്ടാവൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലഖദ് അതാ അലയ്യ സമാനുൻ വമാ ഉബാലി അയ്യകും ബായഅതു. ഇപ്പൊ എനിക്കൊരു കാലഘട്ടം എന്റെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്റെ മുന്നിലൂടെ ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. ആരുമായിട്ടാണോ ഞാൻ ബൈഅത്ത് ചെയ്യുന്നത്, ആരുമായിട്ടാണോ ഞാൻ കരാർ ചെയ്യുന്നത്, ആരുമായിട്ടാണോ ഞാൻ ഒരു വിഷയത്തിൽ, രഹസ്യ വിഷയങ്ങൾ എന്തായാലും അത്തരം വിഷയങ്ങളിൽ ആരുമായിട്ടാണോ ഞാൻ കരാറിൽ എത്തുന്നത്, അത് ആരായാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. മുസ്ലിമായാൽ അയാളുടെ ദീന് കാരണത്താൽ അയാൾ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ഇനി മുസ്ലിമീങ്ങളല്ല, മറ്റുള്ള ക്രൈസ്തവരാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളെ കണ്ട്, ജൂതന്മാരാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂടെ ജീവിച്ച് അവരുമായി എനിക്ക് കച്ചവടം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല, എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല, ബൈഅത്ത് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല. മുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ ദീൻ ചതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോ, എന്നാൽ ക്രൈസ്തവരും ജൂതന്മാരുമായ ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിച്ച് അവരും അതേ ഒരു ഉടമ്പടിയോടെ മാന്യമായി ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കഥ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅമ്മൽ യൗമ, ഇന്നത്തെ അവസ്ഥ, ഫമാ കുൻതു ലിഉബായിഅ മിൻകും ഇല്ലാ ഫുലാനൻ വഫുലാനാ.
നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളോട് മാത്രമേ എനിക്ക് ചില വിഷയങ്ങളിൽ ബൈഅത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടപെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ ചില ആളുകളെ, ചില വ്യക്തികളെ, വിശിഷ്ട വ്യക്തികളെ മാത്രമേ എനിക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് മഹാനായ ഹുദൈഫ തങ്ങൾ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണിത്. അദ്ദേഹം പറയാണ്, ആദരണീയരായ സയ്യിദ് അവർകൾ പോവാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെയൊക്കെ സയ്യിദന്മാരുടെ തണലിൽ അല്ലാഹു നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് NRCയും CAA ഒക്കെ. അപ്പൊ ഞാൻ അവരോട് പലപ്പോഴും പറയും, ആര് ചോദിച്ചാലും നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, പോവാണെങ്കിൽ ഇതാ തങ്ങന്മാരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. കുന്നുംകൈ തങ്ങന്മാരുണ്ട്, കുമ്പോൾ തങ്ങന്മാരുണ്ട്, പാണക്കാട് തങ്ങന്മാരുണ്ട്, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ പോവാണെങ്കിൽ നമ്മളും പോവാ. അല്ല, നമ്മൾ ഒറ്റക്കായിട്ട് എവിടും പോവില്ല എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും വയസ്സായ ഉമ്മമാർക്കാണ് വലിയ പേടിയ വിഷയത്തിൽ. എന്താവും ഓരോ ദിവസവും വാർത്ത ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാവൂല, ഒരു ചുക്കാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ ഭയമില്ലാതെ ജീവിച്ചോളൂ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും ഇവിടെ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എല്ലാവരും കൂടി പോയാൽ പിന്നെ എന്താ പ്രശ്നം? എല്ലാവരും കൂടി പോയാൽ പോരെ? കൂട്ടത്തിൽ തങ്ങന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മത നേതാക്കളുണ്ട്. എല്ലാവരും പോയാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. നമ്മളെ ഒറ്റപ്പെട്ടിട്ട് ആരും പോകില്ല. അങ്ങനൊരു ആരെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട വിഭാഗമായി നമ്മൾ മാറിയിട്ടുണ്ട്. അത് വലിയൊരു അപകടമാണത്. സ്വന്തം പാർട്ടിക്കാരാണ്, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പാരവെക്കുക. സ്വന്തം സംഘടനക്കാരാണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് പാരവെക്കുക. സ്വന്തം കുടുംബക്കാരാണ്, കുടുംബക്കാർക്ക് പാരവെക്കുക. ഈ രീതിയിൽ പരസ്പരം ചതിയും വഞ്ചനയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു അപകടത്തെ നമ്മൾ കാത്തിരിക്കണം എന്ന് വ്യത്യസ്തമായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസുണ്ട്, വളരെ നീണ്ടു കിടക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസാണിത്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് വിശദീകരിക്കാനുണ്ട്. നീണ്ടു നിൽക്കുന്ന ഒരു ഹദീസാണ്. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുക. പള്ളിയുടെ സ്വത്ത് ഓരോ വ്യക്തികൾ കൈക്കലാക്കുക. നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് രാഷ്ട്രത്തിലെ പൗരന്മാര് കൈക്കലാക്കുക. നമ്മളൊരു വാർത്ത വായിച്ചു, ഇന്ത്യയുടെ മൊത്തം സമ്പാദ്യം എത്രയാണോ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയുടെ 63 വ്യക്തികളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ഇന്ത്യയുടെ ഖജനാവിൽ ഇന്ത്യയുടെ വരുമാനം, ഇന്ത്യയുടെ സമ്പാദ്യം എത്രയാണോ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയുടെ 130 കോടി ജനങ്ങളിലെ 63 വ്യക്തികളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ എത്ര ഡിഫറൻസ് വരും നോക്കി നിങ്ങൾ, മുതലാളിമാരും പാവങ്ങളും തമ്മിൽ. 63 വ്യക്തികൾ, അവരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തെ സമ്പത്തിനേക്കാളും കൂടുതൽ ക്യാഷ് ഉള്ളത്. അപ്പൊ എത്ര പട്ടിണി ഉണ്ടാവും? ഈ അകൽച്ച വരുമ്പോഴാണ് പട്ടിണി വർദ്ധിക്കുന്നത്, ദാരിദ്ര്യം വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്? ഇതുണ്ടാകുന്നത് ശുദ്ധമായ അഴിമതിയിലൂടെ. പൊതുമുതൽ അന്യായമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം കടന്നു വന്നാൽ റോഡിന് വേണ്ടി, ബിൽഡിങ്ങുകൾക്ക് വേണ്ടി, പാലങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം നൽകുന്ന സമ്പാദ്യം കൃത്യമായ
എങ്ങനെയാണോ ആ വർക്കുകൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടത്, എത്ര ചെലവാണോ എത്ര ക്യാഷാണോ അതിന് ചെലവഴിക്കേണ്ടത്, അത് ചെലവഴിക്കാതെ അവിടെ കൃത്രിമത്വം കാണിച്ച് അതിൽ നിന്ന് ആളുകൾ പൈസ കയ്യിലാക്കുന്നത്. ഒരു റോഡിന് വേണ്ടി 1 കോടി രൂപ പാസ്സായാൽ റോഡിന് ചെലവഴിക്കുന്നത് 25 ലക്ഷം. ബാക്കിയുള്ളതോ ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ, കോൺട്രാക്ടർമാർ, വർക്ക് ചെയ്യുന്ന ആളുകൾ, നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇങ്ങനെ ഓരോ ആളുകൾ പൊതുമുതൽ അടിച്ചു മാറുന്ന, കാർന്ന് തിന്നുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ, ഉറൂസും പള്ളിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരു നയാ പൈസ പോലും, 1 രൂപ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് വരരുത്. അങ്ങോട്ടേക്ക് എത്ര പോയാലും ഇത്ര സൂക്ഷ്മത നമ്മൾ കാണിക്കാറുണ്ടോ? ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയിൽ അറിയാതെ വന്നതാണെങ്കിലും 1 രൂപയുടെ പേരിൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഖേദിക്കേണ്ടി വരുമെന്നല്ല, എന്താണോ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ചേർന്നു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ കുറിച്ച് പറഞ്ഞത്, ഖൈബർ യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സ്വഹാബിയുടെ ശരീരത്തിലേക്ക് ശത്രുവിന്റെ അസ്ത്രമേൽക്കുകയും അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തപ്പോ മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പറഞ്ഞത്, ഹനീഅൻ ലഹുൽ ജന്ന, എന്തോരു ഭാഗ്യവാനാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകിയല്ലോ. കാരണം യുദ്ധം കഴിഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുമ്പോഴാണല്ലോ ഇദ്ദേഹത്തിന് ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു വീണ് മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല നാളെ സ്വർഗ്ഗം നൽകുമല്ലോ എന്നുള്ള സന്തോഷത്തോടെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നാ, എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്? ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും പിന്തിരിഞ്ഞോടുന്ന സമയത്ത് യുദ്ധത്തിന്റെ പൊതുമുതലിൽ പെട്ടുപോയ ഒരു ഷാൾ, അത് ആളുകൾ അവഗണിക്കുന്ന ഒരു ഷാളാണ്. ആളുകൾ അതിനെ ഒരു ഗനീമത്തിന്റെ മുതലായി കൂട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഷാൾ അദ്ദേഹം കൈക്കലാക്കുകയുണ്ടായി. അത് പൊതുമുതലിൽ ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതയാൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അത് കാരണത്താൽ ആ തീജ്വാലകളായി ആ ഷാളയാളുടെ കഴുത്തിലിട്ട് അല്ലാഹു മുറുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ട്. പള്ളിയായാലും മദ്രസയായാലും ഉറൂസായാലും ഇനി രാജ്യത്തിന്റെ ഏത് മേഖലയായാലും പഞ്ചായത്തായാലും വില്ലേജ് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഒരു നയാ പൈസ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര അങ്ങോട്ട് പോയാലും സൂക്ഷ്മത പാലിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ പേരിലാണ് അല്ലാഹു തആല നാളെ നമ്മൾക്ക് നരകം നൽകാൻ പോകുന്നത്. ഈ സൂക്ഷ്മതയില്ലാതെ അധികാരം കയ്യിലേക്ക് തിന്റെ കാരണത്താലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തഅമിലുനി, എന്നെ വന്ന് ഗവർണറായി കൂടെ നബിയേ, എന്നെ ഗവർണറാക്കണം. ഇന്നൊക്കെ ഗവർണർ സ്ഥാനം ഇങ്ങനെ ചോദിച്ചിട്ടും അല്ലാതെയൊക്കെ കിട്ടാണല്ലോ. ആരും വോട്ട് ചെയ്തിട്ടോ ജനങ്ങളുടെ പിന്തുണയോടെ ഒന്നും നൽകാറില്ലല്ലോ. ഇങ്ങനെ തോന്നിയ ആളുകളെ എത്രത്തോളം ചെരുപ്പ് നക്കാൻ യോഗ്യതയുണ്ട് എന്ന് നോക്കി അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ആളുകളെ നിയോഗിക്കുകയാണ്. നമ്മൾ ആൾക്കാരുടെ പേര് നോക്കിയിട്ടല്ല ആളുകളെ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടി എന്നേ മുഖ്യമന്ത്രി ആവണമായിരുന്നു. അതുകൊണ്ട് മുസ്ലിം സമുദായം പേര് നോക്കിയിട്ട് ആളുകളെ വിലയിരുത്താറില്ല. ഓരോ ആളുകളുടെ സ്വഭാവം, ഓരോ ആളുകളുടെ പെരുമാറ്റം, അവരുടെ വിശ്വസ്തത, അവരുടെ യോഗ്യത, ഇത് നോക്കിയിട്ടാണ് ആളുകളെ വിലയിരുത്താറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയുണ്ടായി, അലാ തസ്തഅമിലുനി, നബിയേ, എന്നെ വന്ന് ഗവർണറാക്കണം നബിയേ, എന്നെ ഗവർണറാക്കണം.
എന്നെ പ്രസിഡന്റ് ആക്കണം, അങ്ങനെ പലർക്കും താല്പര്യം ഉണ്ടാവൂലേ, എന്നെ പ്രസിഡന്റ് ആക്കണം, എന്നെ സെക്രട്ടറി ആക്കണം. അതിനുവേണ്ടി ഗുണ്ടായിസം കളിക്കുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി കൊട്ടേഷൻ നൽകുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി നോട്ടുകെട്ടുകൾ എറിയുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി വ്യക്തമായ ആസൂത്രണം നടത്തുന്ന ആളുകളുണ്ട്. പല മഹല്ലുകളിലും ജനറൽ ബോഡി വന്നാൽ ആളുകൾക്ക് പേടിയാണ്. ഇനി എന്താ ചെയ്യാ? ഇവിടെ ഒരു യുദ്ധം നടക്കുമോ എന്ന പേടി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന പേടി, ഇവിടെ ഒരു അടിപിടി ഉണ്ടാകുമോ എന്ന പേടി. എന്തുകൊണ്ടാണ്? അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കഴുകന്മാർ ഓരോ ആളുകളെ, ഓരോ സംഘങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കെതിരെ ശബ്ദിച്ചാൽ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി, എനിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ നമ്മുടെ മഹല്ലുകളിൽ പോലും അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, അവർ സമുദായത്തിന് അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അധികാരം ചോദിച്ചു വാങ്ങുന്നവർ, യോഗ്യരല്ലാത്ത ആളുകൾ അധികാരം ചോദിച്ചു വാങ്ങിയാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കണം. യോഗ്യരല്ലാത്ത ആളുകൾ അധികാരം ചോദിച്ചു വാങ്ങുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിനുവേണ്ടി കളിക്കുന്നത്, ആസൂത്രണം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് വിശന്ന ചെന്നായ്കൾ, രണ്ട് വിശന്ന് വലയുന്ന ചെന്നായകൾ എങ്ങനെയാണോ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് ഇറക്കി വിട്ടാൽ ആ ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്നത്, വിശന്ന് വലഞ്ഞു നിൽക്കുന്ന രണ്ട് ചെന്നായകളെ ഒരു ആട്ടിൻകൂട്ടത്തേക്ക് നിങ്ങൾ ഇറക്കി വിട്ടാൽ എങ്ങനെയാണോ ചെന്നായ ആ ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്നത്, എങ്ങനെയായിരിക്കും? ചെന്നായ കണ്ടിട്ടില്ലേ? ചെന്നായയായാലും സിംഹങ്ങളായാലും കടുവകളായാലും വിശന്ന് വലഞ്ഞ ചെന്നായയുടെയോ സിംഹത്തിന്റെയോ കൂട്ടിലേക്ക് അതിന്റെ ഇരയായ ആടുകളെ നമ്മൾ ഇറക്കി വിട്ടാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? കിടന്നുമേയും കഴിവിന്റെ പരമാവധി എല്ലാറ്റിനെയും ആക്രമിക്കും, എല്ലാറ്റിന്റെയും രക്തം കുടിക്കും, എല്ലാറ്റിനെയും വേട്ടയാടും, തലങ്ങും വിലങ്ങും ഓടിച്ചാടി ഒന്നിനെ പോലും വെറുതെ വിടാതെ വയറ് നിറയുന്നത് വരെ അക്രമം അഴിച്ചുവിടും ചെന്നായകൾ. അതേപോലെയാണ് അധികാരത്തോടുള്ള അധികാരമോഹികളായ ആളുകൾ, സ്ഥാനമാനങ്ങളെ കൊതിക്കുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരക്കൊതിയന്മാർ, സ്ഥാനമോഹികളായ ആളുകൾ, പക്ഷേ അവർ അർഹരല്ല, അവർ യോഗ്യരല്ല. അധികാരം കിട്ടിയാൽ മാന്യമായി പ്രവർത്തിക്കാൻ അവർ തയ്യാറല്ല. എന്താണ് അവരവരുടെ ഡ്യൂട്ടി എന്ന് പോലും അറിയാതെ അധികാരം ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. എന്തൊരു മോശാണിത്! നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാൾ അധികാരം ചോദിച്ചു വാങ്ങാൻ, അയാൾക്കറിയില്ല എന്റെ യോഗ്യത, ഞാൻ ഇന്നാലിന്ന് സ്ഥാനത്തെത്തിയാൽ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പേ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം, എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം, എന്റെ ബാധ്യത എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം. ആ ഡ്യൂട്ടി അറിഞ്ഞതിന് ശേഷം ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അധികാരം ഏറ്റെടുത്താൽ മതി. എന്നാൽ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല, ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല. അധികാരത്തിന് വേണ്ടി തള്ളും ഉന്തും തല്ലും എല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. പക്ഷേ അധികാരത്തിലെത്തിയാൽ കൃത്യമായ ആസൂത്രിതമായ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ എവിടെയും കാണാറില്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം മിണ്ടാതിരുന്നു, ഇനി അവസാനം അധികാരം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജനറൽ ബോഡി വരുമ്പോൾ ഇങ്ങനെ സടകുടഞ്ഞു എഴുന്നേൽക്കും. അപ്പൊ 4 പ്രവർത്തനം, 4 ഒച്ചപ്പാട്. ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? ഏത് നേതാക്കന്മാരായാലും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ബാധ്യത എന്താണെന്ന് പഠിച്ചിട്ട് വേണം അധികാര കസേരയിൽ ഇരിക്കാൻ. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു കൊടുക്കാതെ ഏതെങ്കിലും ഒരു അധികാരി മരിച്ചുപോയാൽ അല്ലാഹു തആല അവർക്ക് നരകം സ്വർഗം ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അധികാരം ഏറ്റെടുത്ത് പള്ളിയുടെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, മദ്രസയുടെ പ്രസിഡന്റായി, ഇങ്ങനെ ഓരോ സംയുക്ത ജമാഅത്ത്, അതേപോലെ സംഘടന, രാഷ്ട്രീയ പാർട്ടികൾ, ഇങ്ങനെ ഏതൊക്കെ മേഖലയിലാണോ അധികാരമുള്ളത് ആ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അല്ലാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ ആ അധികാരികൾ മരിക്കുന്ന സമയത്ത് തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ അല്ലാഹു തആല സ്വർഗ്ഗം അവർക്ക് നിഷിദ്ധമാക്കുമെന്ന്, ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെന്തിനാ ഈ അധികാരി?
എന്തിനാ ഇതിനു വേണ്ടി ശണ്ട കൂടുന്നത്? എന്തിനാ ഇതിനു വേണ്ടി അടിപിടി കൂടുന്നത്? ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യാതെ മരിച്ചു പോയാൽ അള്ളാഹു സ്വർഗം ഹറാമാക്കും. ഈ നരകം ചോദിച്ചു വാങ്ങാനാണോ ഈ അധികാരം? ഇതൊരു മുൾക്കിരീടമാണ്. ഇത് വലിയൊരു അപകടമാണ്. ആളുകൾക്ക് ഇതൊക്കെ വലിയൊരു രസമായിട്ട് തോന്നാണ്. ചെയ്യാൻ കഴിഞ്ഞില്ലേ, പെട്ടെന്ന് ഒഴിഞ്ഞു മാറണം. വളരെ താല്പര്യത്തോടെ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ അർഹരായ ആളുകൾ ഏൽപ്പിക്കണം. ഇന്ന് അങ്ങനെയല്ല ഉണ്ടാവുക. തന്നെക്കാളും അർഹരായ ആൾ തന്റെ പാർട്ടിയിലുണ്ട് എന്നറിഞ്ഞാൽ അയാളെ ഒതുക്കാനാ ശ്രമിക്കുക. ഭയങ്കര രസാണ് ഈ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ, ഭയങ്കര രസാണ്. പാർട്ടിക്ക് വേണ്ടി ആരാ പ്രവർത്തിക്കുന്നത്? എല്ലാവരും സെൽഫിഷാണ്. ആർക്കും പാർട്ടി വളരണമെന്നില്ല, എല്ലാവർക്കും താൻ വളരണം എന്നുള്ള ചിന്തയുള്ളൂ. സംഘടന വളരണമെന്ന് ആർക്കും താല്പര്യമില്ല, താൻ വളരണം. സെൽഫിഷായി, സ്വാർത്ഥരായി ജീവിക്കാൻ. തന്റെ പാർട്ടിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്? ഇന്നാലുന്ന സ്ഥാനം ഏതെങ്കിലും ഒരു പാർട്ടി ഒരാളെ ഏൽപ്പിച്ചാൽ ആ പാർട്ടിക്ക് വേണ്ടിയല്ലേ അയാൾ പ്രവർത്തിക്കേണ്ടത്? എന്നാൽ തന്റെ പാർട്ടിക്ക് താനല്ലാത്ത ഒരാൾ പ്രസിഡന്റായിട്ടോ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ വന്നാൽ അയാൾ വന്നാൽ എന്നെക്കാളും നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് തോന്നിയാൽ സ്വയം മാറി അയാൾക്ക് സ്ഥാനം നൽകേണ്ടതിന് പകരം അയാളെ പാരവച്ച് അയാളെ ഒതുക്കി വെക്കാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ കൊണ്ട് കഴിയാത്തത് മറ്റൊരാളെ കൊണ്ട് കഴിയും എന്ന് നമ്മൾക്ക് തോന്നിയാൽ വേഗം ഇറങ്ങി അയാൾ അധികാരത്തിലേൽപ്പിക്കുക. പാർട്ടി ഉഷാറാവട്ടെ, ജമാഅത്ത് ഉഷാറാവട്ടെ, സംഘടന ഉഷാറാവട്ടെ, നാട് ഉഷാറാവട്ടെ. പക്ഷേ അതിന് നിൽക്കൂല. തനിക്ക് ഭാരമാവും, തനിക്ക് പാരയാവും, ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നിയാൽ അയാളെ ഇരുത്താൻ ഏത് കുതന്ത്രങ്ങൾ ഉപയോഗിക്കാനും സ്വന്തം പാർട്ടി ലീഡർമാർ മടി കാണിക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്, ചതിയന്മാരുടെ കാലമാണ് നമ്മുടെ കാലമെന്ന് പറയാൻ കാരണം അതാണ്. ചതിയന്മാരുടെ കാലമാണ്. സ്വന്തം പാർട്ടി നേതാക്കന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ കഴിയാത്ത കാലം. സംഘടനാ നേതാക്കന്മാർക്ക് പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത കാലം. ചതിയന്മാരുടെ, വഞ്ചകന്മാരുടെ, നുണയന്മാരുടെ ലോകമായി നമ്മുടെ ലോകം മാറിയാൽ അള്ളാഹു നമ്മെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വാർത്ഥരായി മാറരുത്. നിങ്ങളുടെ വിജയമോ നിങ്ങളുടെ വളർച്ചയോ അല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ മതത്തിന്റെ വളർച്ച, നമ്മുടെ ദീനിന്റെ വളർച്ച, നമ്മുടെ പാർട്ടിയുടെ വളർച്ച, നമ്മുടെ സംഘടനയുടെ വളർച്ച. പാർട്ടി ഏതായാലും സംഘടന ഏതായാലും ഏതോ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. സെൽഫിഷായി മാറരുത്, സ്വാർത്ഥരായി മാറരുത്. സ്വന്തം പാർട്ടിയെ, സ്വന്തം സമുദായത്തെ, സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചെറുപ്പ് നക്കികളായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ആരും മാറാൻ പാടില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, അലാ തസ്തഅമിലുനി, എനിക്ക് അധികാരം നൽകുമോ നബിയേ? എന്നെ പ്രസിഡന്റ് ആക്കുമോ നബിയേ? എന്നെ സെക്രട്ടറി ആക്കുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. പലരും ഖാദിമാരെ സമീപിക്കാറുണ്ട്. വളരെ രഹസ്യമായി അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്. അധികാരത്തിന് വേണ്ടി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, യാ അബൂദർ, അല്ലയോ അബൂദർ എന്നവരെ, ഫളറബ ബിയദിഹി അലാ മൻകിബി, എന്റെ ഷോൾഡറിൽ നബി തങ്ങൾ ഇങ്ങനെ തട്ടി, എന്റെ ഷോൾഡറിൽ നബി തങ്ങൾ ഇങ്ങനെ അടിച്ചു. എന്നിട്ട് നബി എന്നോട് പറഞ്ഞു, യാ അബൂദർ, അബൂദറേ, ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, നിനക്കത് പറ്റൂല അബൂദറേ, അതിനൊക്കെ ചില യോഗ്യത ഉണ്ട്. എല്ലാവർക്കും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നത് കണ്ട് നീ അത് കൊതിക്കണ്ട. ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, നിനക്കത് കഴിയില്ല. അത് വിശ്വസ്തതയാണ്, അതൊരു അമാനത്താണ്. അധികാരം എന്നുള്ളത് അമാനത്താണ്. അധികാരം എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ
അമാനത്ത് ഒരാൾ ഏറ്റെടുത്തിട്ട് അതിനോട് ചതി കാണിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു അമാനത്ത്, ഈ ഒരു ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ നിനക്ക് കഴിയില്ല അബൂദർറേ, നീ ലഈഫാണ്, നീ ബലഹീനനാണ്. എന്നിട്ട് പറഞ്ഞു വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയും വനദാമ, ഇത് ഖേദമാണ്. നാളെ മഹ്ശറയിലെത്തിയാൽ അധികാരം എന്നുള്ളത് ഖേദമാണ്, നിന്യതയാണ് അബൂദർറേ. കേൾക്കണം അധികാരമോഹികൾ, സ്ഥാനമോഹികളായ ആളുകൾ, അധികാരത്തിന് വേണ്ടി വടം വരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ വാക്കുകൾ, ഇന്നഹാ നദാമ, അത് ഖേദമാണ് അബൂദർറേ. ലോകാവസാനം കഴിഞ്ഞ് പാരത്രിക ലോകത്ത് മഹ്ശറ ലോകത്തെത്തിയാൽ ഈ അധികാരം ഏറ്റെടുത്തതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അതേപോലെ അത് നിന്യതയാണ്. നാളെ നിന്യതയോടെ തലകുനിച്ചു നിൽക്കേണ്ടി വരും അബൂദർറേ. ഇല്ലാ മൻ അഖദഹാ ബിഹഖ്ഖിഹാ, ആരാണോ അധികാരം എന്താണെന്ന് പഠിച്ചുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ, എന്റെ ബാധ്യത എന്താണെന്ന് പഠിച്ചവർ, എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പഠിച്ചവർ, എന്തൊക്കെ ഡ്യൂട്ടിയാണ് എനിക്കുള്ളത് അത് പഠിക്കുകയും ആ ഡ്യൂട്ടി വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്ത ആളുകൾ, അവരല്ലാത്ത എല്ലാ ആളുകളും നാളെ അധികാരത്തിന്റെ പേരിൽ നഖം കടിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ അവസ്ഥ. ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതൊക്കെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ? കഴിയില്ലെങ്കിൽ ഏറ്റെടുക്കരുത്. എത്രയോ അർഹരായ ആളുകളുണ്ട്, അവരെ ഏൽപ്പിക്കൂ. ഇപ്പൊ എലക്ഷൻ വരുമ്പോഴൊക്കെ സ്വാഭാവികമായി വിജയിക്കേണ്ട മണ്ഡലങ്ങളൊക്കെ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നാലിന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വളരെ പുഷ്പം പോലെ വിജയിക്കേണ്ട മണ്ഡലങ്ങൾ മറ്റൊരു നേതാവിൻ്റെ വാശി കാരണം അയാളെ നിർത്തേണ്ടി വന്നു. അയാളെ നിർത്തിയപ്പോൾ സ്വന്തം പാർട്ടിക്കാർ വരെ മാറിക്കുത്തി പാർട്ടി തോറ്റുപോയി. സ്വാർത്ഥതയാണ്, അധികാരമോഹമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ നിന്നാൽ എൻ്റെ പാർട്ടിക്ക് ക്ഷീണമാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ നിന്നാൽ എൻ്റെ പാർട്ടിക്കത് ഉപകാരമാണെങ്കിൽ, വളർച്ചയാണെങ്കിൽ ഞാൻ നിന്നോളാം. എന്നെക്കൊണ്ട് എന്റെ നാടിന് ഉപകാരമാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം. എന്നെക്കൊണ്ട് എന്റെ നാടിന് അപമാനമാണെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അത്തരം അധികാരമോഹങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നൊരു ഹദീസുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, വഞ്ചന വ്യാപകമായാൽ, ചതി വ്യാപകമായാൽ, സാമ്പത്തികമായ ക്രമക്കേട് നിരന്തരമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബികളെ പറ്റിക്കാൻ മടിയില്ലാത്തവർ, സ്വന്തം ജ്യേഷ്ഠന്മാരെ പറ്റിക്കാൻ മടിയില്ലാത്തവർ, മാതാപിതാക്കളെ പോലും സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവർ, സമ്പത്ത് കിട്ടിയാൽ മതി, അത് ഹക്കും ഹലാലും ബാത്തിലും നോക്കാതെ പൈസ കിട്ടിയാൽ മതി എന്ന ചിന്തയോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. 50,000 തന്നാൽ മാസങ്ങളിൽ 10,000 തരാമെന്ന് ആരെങ്കിലും സുമോഹന വാഗ്ദാനങ്ങളുമായി വരുമ്പോ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പഠിക്കാതെ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്നറിയാതെ, അത് പലിശയാണോ അല്ലേ എന്ന് പോലും അറിയാതെ, അത് വഞ്ചനയാണോ ചതിയാണോ എന്ന് പോലും പഠിക്കാതെ 50,000 ലക്ഷങ്ങളും എറിഞ്ഞു കൊടുക്കുന്ന എത്രയോ വ്യക്തികളുള്ള നാടാണ് നമ്മുടെ നാട്. അങ്ങനെ ആളുകൾ ഇങ്ങനെ കൊടുത്തിട്ട് മാസാമാസം 10,000 വാങ്ങുന്നുണ്ട്. ആ പൈസ കൊണ്ടാണ് കൂട്ടുകാരെ തീറ്റിക്കുന്നത്, ആ സമ്പത്ത് കൊണ്ടാണ് ഭാര്യയെ തീറ്റിക്കുന്നത്, ആ സമ്പത്ത് കൊണ്ടാണ് മക്കളെ തീറ്റിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്താണ് അയാൾ തിന്നുന്നത്? ഹറാമ് തിന്നിട്ട്, ഭാര്യയ്ക്ക് ഹറാമ് തീറ്റിച്ചിട്ട്, മക്കൾക്ക് ഹറാമ് തീറ്റിച്ചിട്ട് അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, യാ റബ്ബി യാ റബ്ബ്, അള്ളാഹുവേ എനിക്ക് ഉത്തരം ചാ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് ഉത്തരം ചാ റബ്ബേ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബയുടെ ഖില്ല പിടിച്ചിട്ട് മുൽതസം എന്ന് പറയുന്ന എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയ കഅബയുടെ മുൽതസമിന്റെ സമീപത്ത് ചെന്ന് ആ കഅബയുടെ വാതിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ എന്ന് നിരന്തരമായി ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താലും അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല. കാരണം തിന്നുന്നത് ഹറാമാണ്. മറ്റൊരു
മറ്റൊരാളെ പറ്റിച്ചിട്ടാ നീ തിന്നുന്നത്, മറ്റൊരാളെ വഞ്ചിച്ചിട്ടാ നീ തിന്നുന്നത്. ഗൾഫിൽ നിന്ന് 2 കോടിയും 3 കോടിയൊക്കെ ലോൺ എടുത്ത് നാട്ടിലേക്ക് വരുന്നവർ, എന്നിട്ട് ഇവിടെ ബിസിനസ് നടത്തുന്നു, എന്നിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നു. 2-3 മാസം ആളുകൾ പറയും അയാൾ മുക്കി വന്നതാണ്, പരസ്പരം ആരും കാണാതെ രഹസ്യമായിട്ട് പറയും അയാൾ മുക്കി വന്നതാണ്. ഞാനിങ്ങനെ കുറച്ച് പോകും. അടുത്ത കൊല്ലം ഇലക്ഷൻ വരുമ്പോൾ അയാൾ പള്ളി പ്രസിഡന്റ് ആവും. ആദ്യമൊക്കെ ആളുകൾ എതിർപ്പുണ്ടായിരുന്നു, മുക്കിയതല്ലേ, പറ്റിച്ചതല്ലേ, അറബീനെ പറ്റിച്ച് വന്നതല്ലേ, ഹറാമല്ലേ. പിന്നെ പള്ളി ഇങ്ങനെ പുതുക്കി പണിയുമ്പോൾ അയാൾ അങ്ങോട്ട് 50 ലക്ഷം അങ്ങോട്ട് എടുത്തു കൊടുത്തു. അപ്പോഴേക്കും അയാൾ ശുദ്ധനായി, അപ്പോഴേക്കും അയാൾ അധികാരത്തിന് യോഗ്യനായി, അർഹനായി. അടുത്ത പള്ളി പ്രസിഡന്റ് അയാളാണ്. ഇതെന്നാ നമ്മൾ നിർത്തുക? ഇത് നിർത്താതെ അള്ളാഹു നാട്ടിൽ സമാധാനം തരൂല. പച്ചയ്ക്ക് മറ്റൊരാളുടെ ഹറാമ് തിന്നിട്ട്, പച്ചയ്ക്ക് വഞ്ചിച്ച് ചതിച്ച് എത്ര ആളുകൾ വഴിയോരത്തായി പോയിട്ടുണ്ട്. തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജീവിതം ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്ന പാവങ്ങൾ മുതലാളിമാരായിരുന്നു ഒരു കാലത്ത്. അവരെ പറ്റിച്ചതാണ്, അവരെ ചതിച്ചതാണ്, സമ്പാദ്യം മുഴുവനും ഒടിച്ചു മാറ്റി നാട്ടിലേക്ക് മുങ്ങിയതാണ്. ഒന്നല്ല ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകളെയാണ് നമ്മൾ പിന്നെ അധികാരം ഏൽപ്പിക്കുന്നത്. ഇവിടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ളുയ്യത്തിൽ അമാന, അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ ലോകാവസാനത്ത് നിങ്ങൾ കാത്തിരിക്കണേ, ഖിയാമത്ത് നാളിന് നിങ്ങൾ കാത്തിരിക്കണേ. എപ്പോ അമാനത്ത് നഷ്ടപ്പെട്ടാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ,